നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വീണ്ടും ചില വിവാദ സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിയ ഒരു കപ്പലിനുള്ളിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന എഴുതിയിട്ടുള്ള വാചകം കണ്ടെത്തിയ സംഭവത്തിലാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത് പോലീസ്. വളരെ ഗൗരവം നിറഞ്ഞിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ഐ ലവ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അവിടെയുള്ള ഒരു കപ്പലിനുള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആരാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഏരിയയിൽ കയറി അവിടെ ഇങ്ങനെ ഒരു കപ്പലിനുള്ളിൽ എഴുതാൻ ആർക്കാണ് സാധിക്കുക? അതോ ആ കപ്പലിനുള്ളിലെ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണോ? അതിൽ ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? അതിന് പിന്നിലെ നീക്കം എന്താണ് എന്നുള്ളതടക്കം ഏറെ ഗൗരവം നിറഞ്ഞ ഒരു വിഷയം തന്നെയാണ്. കപ്പലിന്റെ ഉൾഭാഗത്തെ ഒരു ചുവരിലാണ് മൂർച്ചയേറിയ ഒരു ഉപകരണം ഉപയോഗിച്ച് കൊത്തിവെച്ച നിലയിലാണ് എഴുത്ത് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇതുവരെ ഒരു ഔദ്യോഗിക കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിവിധ ഏജൻസികൾ അന്വേഷണം തുടരുകയാണ്. ജൂൺ 14-ാം തീയതി ഒരു പരിശോധനയ്ക്കിടെയാണ് കപ്പലിനുള്ളിൽ ഈ എഴുത്ത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനകം കൊച്ചി കപ്പൽശാലയിൽ രാജ്യസുരക്ഷ അനുബന്ധമായി ഇത് 3-ാം തവണയാണ് സുരക്ഷാ വീഴ്ചയും പ്രതിസന്ധിയും ഉണ്ടാകുന്നത്. നമുക്കറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള മേഖല അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയാണ്. നമ്മുടെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന പല മേഖലകളാണ് അവിടെ ഉള്ളത്. ഇവിടെ ഇത്തരത്തിലൊരു കണ്ടെത്തൽ ഉണ്ടാകുന്നത്, അതും ഐ ലവ് പാകിസ്ഥാൻ. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം നടന്നതിന് ശേഷം ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എത്തിയിട്ടുള്ള ഒരു കപ്പലിനുള്ളിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയ നിലയിൽ കണ്ടെത്തുന്നത്. കപ്പൽശാല സുരക്ഷാ വിഭാഗമാണ് കൊച്ചി സിറ്റി പോലീസ് സൗത്ത് സ്റ്റേഷനിൽ ആദ്യം വിവരം അറിയിച്ചത്. കരാർ തൊഴിലാളികളാണ് എഴുത്ത് കണ്ടെത്തിയത്. തുടർന്ന് ഇത് അധികൃതരിൽ എത്തുകയായിരുന്നു. കപ്പലിൽ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥിരം താൽക്കാലിക തൊഴിലാളികളും 3-ാം കക്ഷി കരാർ അടിസ്ഥാന തൊഴിലാളികളുമാണ് പ്രവർത്തിക്കുന്നത്. അറ്റകുറ്റപ്പണി നടന്ന കാലയളവിൽ സ്ഥിരം ജീവനക്കാരും കരാർ തൊഴിലാളികളും ഉൾപ്പെടെ 100-ലധികം പേർക്ക് കപ്പലിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുവെന്നാണ് ലഭ്യമായ വിവരം. ഇതുവരെ ഏകദേശം 150 തൊഴിലാളികളിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തിയിട്ടുണ്ട്. എഴുത്ത് കണ്ടെത്തിയ ഭാഗത്ത് CCTV ക്യാമറകൾ ഇല്ലാത്തതിനാൽ അവിടേക്ക് പ്രവേശിച്ചവരുടെ വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവത്തിന് ശേഷം ജോലിക്ക് ഹാജരാകാതിരുന്നവരുടെ വിവരങ്ങളും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. കപ്പൽ കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പാണോ ഈ എഴുത്ത് രേഖപ്പെടുത്തിയതെന്ന സംശയവും തുടക്കത്തിൽ ഉയർന്നിരുന്നുവെങ്കിലും പരിശോധനയിൽ ഇത് അടുത്തിടെ എഴുതിയതാണെന്ന സൂചനകളാണ് ലഭിച്ചതെന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതോടെ അന്വേഷണം കൂടുതൽ ഗൗരവതരമാക്കിയിരിക്കുകയാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളും വിവരശേഖരണം നടത്തുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നതും മനഃപൂർവ്വമായ പ്രകോപനമാണോ എന്നതടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2019-ൽ INS വിക്രാന്ത് നിർമ്മാണത്തിനിടെയും ഹാർഡ് ഡിസ്കുകൾ മോഷണം പോയ സംഭവത്തിലെ പ്രതികളെ കണ്ടെത്തിയതുപോലെ തന്നെ ഈ സംഭവത്തിന് പിന്നിലുള്ളവരെയും തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മുൻകാലങ്ങളിൽ കൊച്ചി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ ഇത്തവണയും എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കപ്പലിന്റെ ഉൾവശത്തെ ചുവരിൽ മൂർച്ചയുള്ള ഒരു വസ്തു ഉപയോഗിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. 14-ാം തീയതിയാണ് കപ്പലിനുള്ളിൽ എഴുത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടന്ന സമയത്ത് സ്ഥിരം ജീവനക്കാരും കരാർ തൊഴിലാളികളും ഉൾപ്പെടെ 100ഓളം പേർക്കാണ് ഈ കപ്പലിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. എഴുത്ത് കണ്ടെത്തിയ ഭാഗത്ത് CCTV ക്യാമറകൾ ഇല്ലായിരുന്നു. ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. സംഭവശേഷം ജോലിക്ക് വരാത്തവരുടെ പട്ടികയും എടുക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണി കേന്ദ്രത്തിൽ CCTV ഇല്ലാത്തതും വൻ വീഴ്ച തന്നെയാണ്. നാവികസേനയുടെ വിമാനവാഹിനി കപ്പൽ അടക്കമുള്ള ഒട്ടേറെ കപ്പലുകളും വിദേശ കപ്പലുകളും എത്തുന്ന ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിൽ ഒരു സുരക്ഷാ വീഴ്ച തുടർക്കഥയാകുന്നത് കേന്ദ്ര സുരക്ഷാ ഏജൻസികളിൽ ഏറെ രോഷമുളവാക്കിയിട്ടുണ്ട്. 2019-ൽ INS വിക്രാന്ത് നിർമ്മാണത്തിലിരിക്കെയും ഹാർഡ് ഡിസ്കുകൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടിയതിന് സമാനമായ രീതിയിൽ ഈ സംഭവത്തിന് പിന്നിലുള്ളവരെയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പാകിസ്ഥാൻ ഏജന്റുമാർക്ക് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയതിനും ഷിപ്പ്യാർഡിന്റെ ബാൽപേ യൂണിറ്റിൽ നിന്ന് 2025-ൽ UP-ക്കാരായ 2 കരാർ തൊഴിലാളികൾ അറസ്റ്റിലായതടക്കം മുൻപും ഷിപ്പ്യാർഡിൽ സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023-ൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ഇലക്ട്രോണിക് മെക്കാനിക്കിനെതിരെയും
2021 വ്യാജരേഖകളുമായി ജോലി ചെയ്ത അഫ്ഗാൻ പൗരനെതിരെയും നടപടി സ്വീകരിച്ചിരുന്നു. കപ്പലിൽ പാക് പ്രേമം എഴുതിയ പ്രതിക്കായുള്ള അന്വേഷണം കൊച്ചി പോലീസ് നടത്തുകയാണ്. പരാതി കിട്ടിയ പോലീസ് FIR ഇടാതെയാണ് അന്വേഷണം നടത്തുന്നത്. കപ്പൽശാലയിലെ ഇതര ഭാഗങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. മൂന്നാം കക്ഷി കരാർ തൊഴിലാളികളിൽ ഏറെയും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നതും രേഖകളുടെ പരിശോധനാ സാധ്യത, പൗരത്വം എന്നിവയടക്കമുള്ള വിവരശേഖരണം അന്വേഷണ ഏജൻസികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ പഴുതുകളും അടച്ച അന്വേഷണമാണ് പോലീസും കേന്ദ്ര ഏജൻസികളും അവിടെ നടത്തുന്നത്. 8000-ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. നാവികസേനയുടേതടക്കം 12-ലധികം കപ്പലുകൾ അറ്റകുറ്റപ്പണികൾക്കായി കപ്പൽശാലയിലുണ്ട്. ഇതിൽ ഏതിലാണ് എഴുതിയതെന്ന് വ്യക്തമല്ല. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവം നിറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങൾ, നമ്മുടെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ചില സംഭവങ്ങളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്നിട്ടുള്ളത്. ഈ സംഭവവും ഏറെ ഗൗരവമുള്ളതാണ്. കാരണം ഒരു കപ്പലിനുള്ളിലാണ് ഇത്തരത്തിൽ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണെങ്കിലും അതോ പുറത്തുനിന്ന് ആരെങ്കിലും ആണോ എന്നുള്ളതൊന്നും തന്നെ വ്യക്തമല്ല. ഐ ലവ് പാകിസ്ഥാൻ എന്ന വാചകം എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ പഴുതുകളും അടച്ചുമുള്ള അന്വേഷണം നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രതികൾ ആരാണെങ്കിലും വരും ദിവസങ്ങളിൽ വെളിച്ചത്ത് വരുമെന്ന് തന്നെ വിചാരിക്കാം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.